വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും വീടുകളും ആരാധനാലയങ്ങളും തകർന്നു. കടലാക്രമണത്തിൽ തീരപ്രദേശങ്ങളും ദുരിതത്തിലായി. കോട്ടയം മുണ്ടക്കയത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാം തുറന്നു. മണിമലയാറിന്റെ കൈത്തോട്ടിലേക്ക് വെള്ളം കുതിച്ചെത്തിയതോടെ കോട്ടയം മുണ്ടക്കയം ചെന്നപ്പാറ TRT എസ്റ്റേറ്റിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടത് 17 തൊഴിലാളികളാണ്. ഇവരെ രക്ഷപ്പെടുത്തി. ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികളാണ് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടത്. പത്തനംതിട്ടയിൽ കനത്ത മഴ തുടർന്നതോടെ തിരുവല്ല നിരണത്ത് നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളി തകർന്നു വീണു. പനച്ചിമൂട് എസ്മുക്കിലെ CSI പള്ളിയാണ് തകർന്നു വീണത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയും കാറ്റുമൊക്കെയായിരുന്നു. വെള്ളം പൊങ്ങി കയറി വന്നപ്പോഴത്തേക്കിന് ഇന്ന് രാവിലെ ഏകദേശം ഒരു 6:30 മണിയോട് കൂടി ഈ പള്ളി നിലംപൊത്തുകയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 18 കുടുംബങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. എല്ലാവരും തന്നെ ഒരു 130 വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയമാണ്. കോഴിക്കോട് പള്ളിക്കണ്ടി മഹാകാളി ക്ഷേത്രത്തിലേക്ക് മരക്കം പൊടിഞ്ഞു വീണതോടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. എറണാകുളം നായരമ്പലം വെളിയത്താൻപറമ്പ് മേഖലകളിലും പൊന്നാനി കോഴിക്കോട് കാസർഗോഡ് തീരങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. വയനാട് പൂതാടിയിൽ വീട് ഭാഗികമായി തകർന്നു. കേണിച്ചിറക്കേളമംഗലം നിരപ്പേൽ കരുണന്റെ വീടിന്റെ പുറകുവശമാണ് ഇടിഞ്ഞു വീണ് തകർന്നത്. ഇടുക്കിയിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശാന്തൻപാറയിൽ മരം വീണ് വീടും വാഹനവും തകർന്നു. ശാന്തൻപാറ കറുപ്പൻ കോളനിക്ക് സമീപമാണ് മരം കടപുഴകി വീണത്. വനാരാജിന്റെ വീട് ഭാഗികമായി തകർന്നു. ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണ് ശശികല എന്നയാളുടെ വാഹനവും തകർന്നു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാം തുറന്നു. വയനാട് താമരശ്ശേരി ചുരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിവീണതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കനത്ത മഴയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ തകർന്നു. 9ാം ബ്ലോക്കിന്റെ സമീപത്തെ മതിലാണ് 30 മീറ്റർ നീളത്തിൽ തകർന്നത്. ആലപ്പുഴയിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. കുട്ടനാട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ ആറ്റിക്കിടന്ന വെള്ളമാണ്. ഇന്നിതേ നേരം വെളുത്തമ്മ വീട്ടിനകത്ത് എന്ത് ചെയ്യും? അവിടെ കിടന്നിക്കാൻ നോക്കുവോ? ചുറ്റുപാടും ആരുമില്ല, എല്ലാവരും ക്യാമ്പിൽ പോകുന്നു. അത് കാരണത്തെ രക്ഷപ്പെടാൻ നോക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.